നമ്മൾ എപ്പോഴും BP എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, സ്റ്റെതസ്കോപ്പ് ഓൺ ആണോ ഓഫ് ആണോ എന്ന് ആദ്യം നോക്കിയിട്ടേ നമ്മൾ എവിടെ പ്ലേസ് ചെയ്യാവുള്ളൂ. കാരണം വെച്ചെങ്കിൽ ഓഫ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും പുറത്തെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റില്ല. നമ്മൾ ഈ വെച്ചിരിക്കുന്ന ഇതിൻ്റെ വെയിൻസിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇത് ഓഫാണ്. ഇത് ഓണായിട്ട് ഇങ്ങനെ വെക്കുവാണെങ്കിൽ ഇത് ഫുള്ളി ക്ലോസ്ഡ് ആയി. അപ്പം നമ്മളിങ്ങനെ എടുക്കുമ്പോഴത്തേക്കും വെയിൻസിൻ്റെ ആ ഒരു പ്രഷർ നമുക്ക് ഇന്ന് കേൾക്കാൻ പറ്റുള്ളൂ. അതൊന്ന്. രണ്ടാമത്തേന്ന് പറഞ്ഞെങ്കിൽ ഇത് ഇയർ പീസാണ്. ഇത് രണ്ടും 2 ഇയർ പീസ് ഉണ്ട്. ഇത് ഫുൾ ഡയഫ്രം. നമുക്ക് ഡയഫ്രം എന്ന് പറയാമല്ലോ, ഇതിൻ്റെ ബോഡി ഓഫ് ദി സ്റ്റെപ്പ് എന്ന് പറയും. ഇത് ബെല്ലും ഇത് ഇയർ പീസും ഇത് ഡയഫ്രം. അപ്പം ഇമ്പോർട്ടൻസ് ആണ് നമുക്ക് ഈ 3 പാർട്സ് ഒക്കെ വേണ്ടത് ഇത് ഒന്നാണ്. ഈ സംഭവം ഇതിന് എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങൾ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് രണ്ടാമത് പ്ലേസ് ചെയ്യാനും പറ്റത്തില്ല. ഒരു പേഷ്യൻ്റ് ഒരു പ്രയോജനത്തിനും കൊള്ളാത്ത അവസ്ഥയിലാണ്. അപ്പോൾ അത് നമ്മൾ സൂക്ഷിക്കാൻ വേണ്ടി ഇത് എപ്പോഴും താഴെ ഇങ്ങനെ ഇടരുത്. എപ്പോഴും സ്റ്റെപ്പ് നമ്മളിങ്ങനെ പിടിക്കത്തുള്ളൂ. ഇങ്ങനെ പിടിക്കും സ്റ്റെപ്പ് എപ്പോഴും നമ്മളിങ്ങനെ വലിച്ചിങ്ങനെ ബെല്ല് താഴെ ഇങ്ങനെ ഇടരുത്. അത് റോങ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അങ്ങനെ. അപ്പം BP നോക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന സാധനമാണ് സ്റ്റെതസ്കോപ്പ് എന്ന് പറയുന്നത്. ഫിസിക്കൽ എക്സാമിനേഷൻ ആണ് നമ്മളിത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. എക്സ്റ്റേണൽ ആയിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും, അതായത് ഇൻക്ലൂഡിങ് നമ്മുടെ പ്രഗ്നൻസി പേഷ്യൻ്റ് വരെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രഗ്നൻസി പേഷ്യൻ്റ് വരെ നമ്മൾ ഈ സാധനം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഫീറ്റൽ സ്കോപ്പ് നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ഒരു വാർഡിലിപ്പോൾ 5-6 പേഷ്യൻസ് കാണും. പ്രഗ്നൻസി പേഷ്യൻറ്റ് ആൻറ്റിനാറ്റൽ ഒരു ടൈം ആയിരിക്കും. ആൻറ്റിനാറ്റൽ എന്ന് പറഞ്ഞാൽ ഫുൾ ടേം വേണ്ടി വന്നിരിക്കുന്ന പേഷ്യൻ്റ് 9 മന്ത് ആയില്ല, ഫുൾ ടേം ആയി വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ പെട്ടെന്ന് എങ്ങനെ അവർക്ക് ഫീറ്റൽ കേൾക്കുന്നില്ല, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ സൗണ്ട് കേൾക്കാം, ഫീറ്റൽ ആർട്ടറി നമുക്ക് കേൾക്കാതെ വരുന്നു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു ഫീറ്റൽ സ്കോപ്പ് കിട്ടിയില്ല. ഫീറ്റൽ സ്കോപ്പ് എന്ന് പറഞ്ഞെങ്കിൽ ഫീറ്റൽ എന്ന് പറഞ്ഞെങ്കിൽ കുഞ്ഞ് നടത്തം, അല്ലെങ്കിൽ ഊമ്പ്, അകത്തൊരു കുഞ്ഞുണ്ട്, അകത്ത് ഒരു കുഞ്ഞിനെ വേണ്ടാണ്, പുറത്ത് വന്നില്ല, പക്ഷേ ഇൻസൈഡ് ആകുമ്പോൾ നമ്മൾ ഊമ്പ് എന്ന് പറയുന്നത്. ഊമ്പ് അല്ലെങ്കിൽ ഫീറ്റൽ ഹാർട്ട് റേറ്റ് നോക്കാൻ വേണ്ടിയാണ് ഫീറ്റൽ ഹാർട്ട് സ്കോപ്പ് വരുന്നത്. ആ സ്കോപ്പ് എന്തെങ്കിലും ഒരു കാരണവശാൽ സ്കോപ്പ് അവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് വരുന്നതാണ് സ്റ്റെത്ത്. അപ്പോൾ ഈ സ്റ്റെത്ത് വെച്ച് നമുക്ക് എങ്ങനെ നമുക്ക് നോക്കാം ഫീറ്റൽ ഹാർട്ട് റേറ്റ് ഈ സംഭവത്തിനകത്ത്? അത് തന്നെ ഇങ്ങനെ നമ്മൾ ഓൾറെഡി നമ്മൾ BP നോക്കുന്നത് ആൻറ്റി ക്യൂബാട്ടിൽ ഫോസ്ഫേറ്റ് ഈ ബെല്ല് ഇങ്ങനെ വെക്കുക ചെയ്യുന്നത്, അതാണ് നമ്മൾ നോക്കുന്നത്. പക്ഷേ പ്രഗ്നൻസി വുമൻസിൻ്റെ സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ പുറത്ത് സൈഡ് വെച്ച് അവരുടെ എവിടെയാണോ അവർക്ക് ഹാർട്ട് ബീറ്റ് അവർക്ക് ഫീൽ ചെയ്യുന്നത്, ചോദിക്കണം മദറിനോട് എവിടെയാണോ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് നിങ്ങൾ ഏത് സൈഡിലാണോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്, ഇന്ന സൈഡാന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആ സ്റ്റെപ്പ് കൊണ്ടുവച്ച് ഇവിടെ വേറെ ഒന്നും നമുക്ക് ഇതിൻ്റെ ഈ ഒരു അപ്പാർട്ടിൻ്റെ കാര്യമില്ല. ഈ സംഭവം മാത്രം വെക്കുക. ഇയർ പീസ് സ്റ്റേവിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഹാർട്ട് ബീറ്റ് ഉണ്ടെന്നുള്ളത്. അപ്പം എന്തെങ്കിലും കാരണം നമുക്കത് കിട്ടുന്നില്ല എന്നുള്ളത് പിന്നെ നമ്മൾ ഫീറ്റൽ സ്കോപ്പിലേക്ക് പോകും. കാരണം ഇത് ലാസ്റ്റ് അല്ലല്ലോ, ഫീറ്റൽ സ്കോപ്പാണ് പിന്നീട് നമ്മൾ ആ ഒരു റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞ പ്രൊസീജിയറിന് വേണ്ടി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളും സ്റ്റെതസ്കോപ്പിനെ കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റെതസ്കോപ്പ് നിങ്ങൾ കണ്ടിട്ടുള്ള എല്ലാ ഡോക്ടേഴ്സിൻ്റെ കാര്യമാണ്. ചുമ്മാ നിങ്ങൾ ഈ സാധനം പിടിച്ചേക്കും. ഒരു എമർജൻസി പേഷ്യൻ്റ് വന്നു പെട്ടെന്ന് നോക്കുന്ന അവിടെ ഹാർട്ട് ബീറ്റ് ആയിരിക്കും. അപ്പോൾ ചിലർ നോക്കും വെയിൻസിലേക്ക്, ഇപ്പോൾ ആർട്ടീരിയൽ ഇതുണ്ട്, ആർട്ടീരിയൽ നിങ്ങൾ വെയിലുണ്ട് കൂടെ പെട്ടെന്ന് നോക്കുന്ന ആർട്ടീരിയൽ പ്രഷർ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പേഷ്യന് കുഴപ്പമില്ല, പൾസ് റേറ്റ് നോർമലാണ് നമുക്ക് തോന്നും. അപ്പം നമുക്ക് ഈ ഒരു BP അപ്പാർട്ടിന് ആവശ്യമില്ല. പില്ലോ തുണി എന്ന് ബെഡ്ഷീറ്റ് പോലും ഇങ്ങനെ ചുളിയും കിടന്നത് നേരെ ആക്കിയിട്ട് ആ പേഷ്യൻ്റ് തല പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ ഇരിക്കും. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഏജഡ് ഈ സൈഡായിട്ടാണ്. അപ്പോൾ എനിക്ക് എളുപ്പത്തിൽ കഫ് കെട്ടാൻ പറ്റുന്ന ഈ സൈഡാണ്. ഞാൻ ഒരിക്കലും ആ സൈഡിലേക്ക് പോകത്തില്ല. ആ സൈഡിലേക്ക് പോയി അതൊരു റോങ് പ്രൊസീജിയറാണ് ചെയ്യുന്നത്. ഓക്കെ, എപ്പോഴും പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് നിയർ ബൈ നമുക്ക് ഹാൻഡ് ഏതാണോ അവിടെ നമ്മൾ നോക്കണ്ടി. ശരി, ഓക്കെ. അപ്പോൾ നമുക്ക് ഈ കഫ് നമുക്ക് കെട്ടാം. ഈ BP അപ്പാർട്ടർ ഇങ്ങനെ വെക്കരുത്. കാരണം ഇപ്പം നമ്മൾ നിലവിൽ ഇങ്ങനെ ഉള്ളതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ അപ്പാർട്ടിനകത്ത് തന്നെ വെച്ചിട്ട് നോക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ആദ്യമേ ചെക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ കഫ് കെട്ടുകയാണ്. ഈ കഫ് നമ്മൾ കെട്ടുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇതുപോലെ ഡ്രസ്സ് ഇങ്ങനെ വെച്ചിരിക്കുക. ഡ്രസ്സിൻ്റെ മേളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവത്തിന് മേളിലോ നമ്മൾ കഫ് കെട്ടാൻ പാടില്ല. എപ്പോഴും നമ്മുടെ സ്കിന്നുമായിട്ട് ഈ കഫ് അറ്റാച്ച്ഡ് ആയിട്ടിരിക്കണം. അതാണ് അതിൻ്റെ മെയിനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ കൈ ഇങ്ങനെ വെക്കുക. ഇത് ഇങ്ങനെ പ്ലേസ് ചെയ്യണം. ഇങ്ങനെയല്ലേ BP കൈ കെട്ടണം. ഇങ്ങനെ വെക്കണം. കൈ നേരെ സ്ട്രൈറ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞിട്ട് ഈ ആൻറ്റി ക്യൂബാട്ടിൽ ഫോഴ്സ് എക്സ്പോസ് ചെയ്യണം. ആൻറ്റി ക്യൂബാട്ടിൽ ഫോഴ്സ് നമ്മൾ എക്സ്പോസ് ചെയ്തു. BP നമ്മൾ കഫ് കെട്ടുവാണ്. മോനെ ഇവിടെ ശ്രദ്ധിക്കണേ. ഓക്കെ, ഒത്തിരിയും ടൈറ്റായിട്ടാണ് ഞാനിത് കെട്ടിയേക്കുന്നത് കേട്ടോ. ലൂസ് അല്ല, ഭയങ്കര ടൈറ്റായിട്ടാണ് കെട്ടിയേക്കുന്നത്. ഇപ്പം ഇത് നമ്മൾ ഇട്ടു. അടുത്തല്ലേ കാണാൻ പറ്റുക. അടുത്ത സ്റ്റെപ്പ് വെക്കുക. പൊട്ടിയായി നോക്കണം കേട്ടോ. സ്റ്റെപ്പ് പ്ലേസ് ചെയ്ത് നോക്കണേ. ഈ ഒരു സൈഡ് ഇത് നോക്കണം. എപ്പോഴും ഈ വെയിൻസിന്റെ മേളിലേക്ക് സ്റ്റെപ്പ് വന്നു. ഓക്കെ, ഇങ്ങനെ പിടിക്കും. BPയുടെ കഫും ബെല്ലും നമ്മൾ ചേർത്ത് പിടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സാധനം വെച്ച്
പുഷ് ചെയ്യുക. ഈ സംഭവം റിലാക്സ് ചെയ്യുന്നതാണ് ഒരെണ്ണം നമ്മൾ ടൈറ്റ് ചെയ്ത് ഹോൾഡ് ചെയ്യുക. എപ്പോഴും ഈ കൈ ഇങ്ങനെ ടൈറ്റ് പിടിക്കാൻ പറ്റരുത്, ലൂസായിട്ട് വേണം കൈ വിടാനായിട്ട്. ഇങ്ങനെ വെച്ചേക്കത് കയ്യെ. ഇപ്പോൾ ഒരു 160 വരെ ഞാൻ അടുപ്പിച്ചു. ഓക്കെ, ഞാൻ റിലീസ് ചെയ്യുക. സൗണ്ട് കേൾക്കുന്നുണ്ടോ? സൗണ്ട് കേൾക്കുന്നില്ലേ? സൗണ്ട് കേൾക്കുന്നുണ്ട് എനിക്കറിയാം, കാരണം അത് മൂവ്മെന്റ് ആവുന്നുണ്ട്. കേൾക്കുന്നില്ലേ? ഓക്കെ, ഇപ്പം 80 അടിച്ചുകൊണ്ടിരിക്കുകയാണ്, 60 അടിക്കുകയാണ്. ഫോർട്ടിൽ അടിക്കുന്നുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പം 100/60 ആണ് ആശ മിസ്സിന്റെ ഇപ്പോഴത്തെ നിലവിലുള്ള BP.